വിശേഷം? കുറച്ചുനാൾ കാട്ടിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. നിന്നെ തിരിയാത്ത സ്ഥലമില്ല. രാജകുമാരിയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെ. ഓ, അതൊക്കെ പോട്ടെ, പഴയ കാര്യല്ലേ. പറയൂ, നാട്ടിലെന്താ കഥ? ആ പോക്കറുടെ കാര്യം അറിഞ്ഞോ? നാട്ടില് വലിയ കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യം? സംഗതി അറിഞ്ഞോ? നമ്മുടെ ന്യായസ്വാൻ വന്നേക്കണു. ആര്? ന്യായ ഉസ്മാനോ? അതെ, ന്യായസ്വാൻ തന്നെ. ഇനിയിപ്പോ ഇവിടെ ഒന്ന് മുക്കാനും മൂളാനും പറ്റൂല. ഇവിടെ ഒക്കെ പ്രശ്നമാവും. ഓന്റെ കാര്യം നോക്കിയാ പോരെ, മറ്റുള്ളവന്റെ കാര്യത്തിൽ എന്തിനാ തലയിടുന്നേ? ഓന്റെ ആയാലും ആരാന്റെ ആയാലും ഓൻ ന്യായമുള്ള കാര്യത്തിനെ നിൽക്കൂ. അത് ശരിയാണ്, ന്യായമുള്ള കാര്യത്തിനെ നിൽക്കൂ. പക്ഷേ ന്യായമില്ലാത്ത കാര്യത്തിന് അങ്ങോട്ട് പോയി മനുഷ്യന്മാരെ കുത്തി അങ്ങോട്ട് കൊടല് പുറത്തിട്ടാലോ? ആരാടാ നിന്റെ മണ്ടൻ മുത്താപ്പൻ? ആരാടാ നിന്റെ മണ്ടൻ മുത്താപ്പൻ? കള്ള ഹിമാറെ, അനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാനാണ് മണ്ടൻ മുത്താപ്പൻ എന്ന്. എന്താ മുത്താപ്പ പ്രശ്നം? അല്ലോ, ഞമ്മളെ മണ്ടൻ മുത്താപ്പ എന്ന് വിളിക്കാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയില്ലേ എന്ത്? ഇജ് മണ്ടനല്ലാന്ന്. അല്ല കാക്ക, ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നോടാണാ ചോദിക്കണേ? ആ, കിട്ടി. ഇപ്പൊ നമുക്ക് പുടുത്തം കിട്ടി. ഇങ്ങള് ഞമ്മടെ മമ്മൂഞ്ഞിനെ കണ്ടുക്കുന്നോ? ഏത് മമ്മൂഞ്ഞ്? എട്ടുകാലി മമ്മൂഞ്ഞ്. ഓനല്ലേ നമ്മുടെ സൈനബാന്റെ കടയിൽ നിന്ന് ചായ കുടിക്കണത്. ഞമ്മള് വെറുതെ ഇവിടെ തിരക്കി. മുത്തപ്പ, നീ നമ്മുടെ പോക്കർക്കേം തമ്മിൽ എന്തോ ഒരു കശപിശ ഉണ്ടായെന്ന് കേട്ടല്ലോ. അത് എപ്പോഴും ഉള്ളതല്ലേ അവർ തമ്മിൽ വഴക്ക്. ഇവനെ കൈ കിട്ടിയ പോക്കർ കുത്തി കീറും. ആ പിന്നെ മൂപ്പർ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കൂല. മൂപ്പര് കിടന്ന് ബെറച്ചോളും. മൂപ്പർ നമ്മുടെ കൈ കിട്ടിയാലുണ്ടല്ലോ പപ്പടം പൊടിക്കണ പോലെ പൊടിക്കും. എടാ, ആരാ? നിക്കടാ അവിടെ. ഓനെ ഇന്ന് നമ്മൾ കൊല്ലും. നിക്കടാ അവിടെ. ഓനെ ഇന്ന് നമ്മൾ കൊല്ലും. അന്ന എന്റെ കൈ കിട്ടുവടാ. അന്ന എനിക്ക് കൈക്ക് കിട്ടും. എല്ലാവരെയും എനിക്കറിയാം. നമ്മളൊക്കെ തന്നെയാണ് ഓനിങ്ങനെ വളം വെച്ച് കൊടുക്കണത്. നബീസു, സുഖല്ലേ എനക്ക്? ബൈ രാജാ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജാ ബൈ. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കളിയാ. സൈനബ, ഇജ്ജ് നമ്മുടെ മമ്മൂഞ്ഞിനെ കണ്ടിക്കണിയാ? ഇല്ല, ഇവിടെ വന്നില്ല. ഓ പിന്നെ എവിടേക്കാ പോയത്? ഓൻ എവിടേക്കാ പോയതെന്ന് ഞമ്മക്കറിയില്ല. അല്ല, നിങ്ങൾ എന്ത് കാര്യത്തിനാ ഓനെ തിരക്കണേ? ഒന്നും പറയണ്ട, ഇന്റെ ബാപ്പ നമ്മളിട്ട് ഓടിച്ചേക്കണം. നിങ്ങൾ വലിയ കുരുത്തക്കേട് ഒപ്പിച്ചോ? നമ്മളൊരു കുരുത്തക്കേടും കാണിച്ചില്ല. എന്റെ വാപ്പാക്ക് എന്താന്നറിയില്ല. ഞമ്മളെ കാണുമ്പോ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ വാപ്പായെ കുറ്റം പറയുന്നത്? ഓ, ഞമ്മള് പറഞ്ഞതാ കുറ്റം. ഇന്റെ വാപ്പ വലിയ ആള്. ഞാൻ പോവാ. നിങ്ങളിപ്പോ എവിടേക്കാ? മമ്മൂഞ്ഞിനെ തിരക്കി. മമ്മൂഞ്ഞെ തിരക്കി നിങ്ങളിപ്പോ പോവണ്ട. ഇവിടെ ഇരി, നമുക്ക് കുറച്ചേരം വർത്താനം പറഞ്ഞിരിക്ക. അയ്യോ, വർത്താനം പറയാനൊക്കെ എവിടെയാ നേരം? മാമ എന്നോട് പറഞ്ഞേക്കണ് ഇവിടേക്ക് കാലെടുത്ത് കുത്തരുതെന്ന്. ബാപ്പ അങ്ങനെ പലതും പറയും. അയ്യോ എന്റെ റബ്ബേ, മാമാന്റെ കുത്തുകൊള്ളാൻ ഞമ്മക്ക് വയ്യ. അപ്പോ നിങ്ങൾ പോവാണോ? ആ, നമ്മള് പോവാണ്. നമ്മള് വെറുതെ എന്തിനു പുട്ടും കടലും ഉണ്ടാക്കിയേക്കണ്? പുട്ടും കടലുണ്ട്. പിന്നല്ല, പുട്ടും കടലുണ്ട്. എന്നാ എടുത്തോളി. അതല്ലേ ഞമ്മള് പറഞ്ഞേ. സൈനബാന്റെ പുട്ടെന്ന് വെച്ചാൽ കൈ കഴുകാണ്ട് തിന്നാലോ. സൈനബാന്റെ പുട്ടെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പുട്ടാണേ. സൈനബാന്റെ പുട്ടെന്ന് വെച്ചാൽ. സൂചിപ്പിക്കല്ലേ? സൂചിപ്പിച്ചതല്ല സൈനവ, നമ്മള് കാര്യം പറഞ്ഞാണ് കേട്ടാ. എന്നാലും തിന്നോളിട്ടോ. തിന്നാലാട്ടോ. അത്ഭുതം, അത്ഭുതം, പിന്നെയും അത്ഭുതം. പുട്ടിന്റെ ഇടയിൽ കോഴിമുട്ട വെച്ചേ. ബഹളുണ്ടാക്കാതെ, അത് നമ്മള് വെച്ചതാണ്. അല്ല സൈനബ, നീ എന്തിനാ പുട്ടിനിടയിൽ മുട്ട വെച്ചേക്കണത്? അതൊക്കെ ഉണ്ട്. അതല്ല സൈനബ, ഇജ്ജെങ്ങനെ നമ്മുടെ പുട്ടിന്റെ ഇടയിൽ മുട്ട തിരികേക്കണ്? എല്ലാവരുടെയും കയ്യിൽ നിന്നും കായ് വാങ്ങണ്, നമ്മുടെ കയ്യിൽ നിന്ന് കായും വാങ്ങില്ല. എന്താണ് ഇതിന്റെയൊക്കെ കുട്ടൻസ്? അതൊന്നും ഞമ്മള് പറയൂല. ഒന്ന് പറയൂ സൈനവ, നമ്മൾക്ക് അറിയാണ്ടല്ലേ. അത് ഇന്നാള് ഞമ്മളെ അക്കരയിൽ വരുമ്പോൾ വായ്ക്കുള്ള കട്ടുകൊണ്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ അത് നമുക്ക് മറക്കാൻ പറ്റുമോ? അന്ന് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റേതാണ്,
എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അന്ന് നിങ്ങള് പറഞ്ഞത് നമ്മള് മറന്നിട്ടില്ല. എന്താണീ? എന്റെ വായക്കുലനെ പുഴയില് നീന്തക്കം പഠിപ്പിച്ചു കൊണ്ടുവന്നതാണോന്ന്. അന്ന് മുതല് നമ്മക്ക് നിങ്ങളോടൊരു എന്ത് വിശില? മിസിലല്ല, കുന്തം. കുന്തമോ? കുന്തല്ല, കുടച്ചക്രം. കുടച്ചക്കറോ? വെറുതെ അല്ല നാട്ടാര് മുഴുവനും നിങ്ങളെ മണ്ടം മുത്തപ്പ എന്ന് വിളിക്കുന്നത്. ചൈനവ, ഇജ്ജും കൂടി അങ്ങനെ വിളിക്കല്ലേടി. എന്റെ പടച്ചോനെ, ഇതെങ്ങാനും മാമ അറിഞ്ഞാൽ നമ്മുടെ കൈയും കാലും വെട്ടി മൂലക്കിടും. ബാപ്പ കൈയും കാലും വെട്ടുമ്പോൾ നിങ്ങളുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോന്നോ? ചൈനവ, നമുക്ക് മാമാനെ പേടിയായിട്ടല്ല. നിങ്ങൾ എന്തിനാ മാമാനെ പേടിക്കണേ? നമ്മളില്ലേ കൂടെ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഇപ്പം നമ്മുടെ ബാപ്പ വന്നാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? മാമ ഞങ്ങളെ കൊല്ലല്ലേ. നിങ്ങൾ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, നിങ്ങൾ കുറച്ചുകൂടി സ്മാർട്ട് ആവണം. എന്ത് കുറച്ചുകൂടി സ്മാർട്ട് ആവണോ? ഇത്രയ്ക്ക് സ്മാർട്ട് ആയാൽ മതിയോ? ഇനി ഞമ്മക്ക് മാമാനെ പേടിയില്ല. മാമാനോട് നമ്മൾ പറയും, മാമാ ഞമ്മക്ക് സൈനബാനെ കെട്ടിച്ചതാ. എടാ നിന്നെ നമ്മൾ കൊല്ലുവടാ. മാമാ നിങ്ങൾ നമ്മളെ കൊല്ലാൻ പറ്റൂല, നമ്മൾ സ്മാർട്ട് ആയിക്കണ്. നിന്നെ ഞാൻ കൊല്ലും. മാമാ നിങ്ങൾ ചെവിയിൽ തുള്ളിക്കോളി, നമ്മൾ സൈനബാനെ കെട്ടും. ഞൊട്ടുമടാ ഞൊട്ടും. അമ്മക്ക് റൂഹിലെടുത്തോളം കാലം നടക്കൂലടാ. എടീ സൈനബ, ഇങ്ങോട്ടിറങ്ങടി. നമുക്ക് ഇപ്പൊ അറിയണം അവൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന്. മുത്തപ്പാക്ക പറഞ്ഞത് നേരാ. നമുക്ക് മുത്തപ്പാക്കാനെ ഇഷ്ടാ. നടക്കൂലടി, നടക്കൂല. ഓടെ ചായ പീടിക. വാപ്പാ വേണ്ട, വാപ്പാ വേണ്ട. വാപ്പാ പോക്കർക്ക ഓളൊന്നും ചെയ്യില്ലേ, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ഓ ഇക്ക അവളെ അടിക്കൊന്നുമില്ല. ഒരു വാപ്പാന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. എടോ പിള്ളാരൊക്കെ അങ്ങനെയാ. ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ടാ തള്ളിക്കളയുന്നത്. മോദീനെ, ഇന്നെങ്കിലും എന്റെ മുടി ഒന്ന് വെട്ടിത്തീർക്കുവോ? എങ്ങനെ തീർക്കാൻ? അതിന് ഓന്റെ കത്തിക്ക് മൂർച്ച ഉണ്ടായിട്ട് വേണ്ടേ? ഓൻ പുതിയ കത്തി വാങ്ങില്ല. മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നാൽ കടയിൽ തിരക്കുണ്ടാവുമല്ലോ. ഇവിടെ വേറെ കടയില്ലാത്തത് ഓന്റെ ഭാഗ്യം. നമ്മുടെ ഈ കത്തി ഒന്ന് മൂർച്ച കൂട്ടിയിട്ട് ഇപ്പൊ വരാം. കത്തി മുറിച്ചേക്കണല്ലാതെ എന്റെ മുടി ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് എന്റെ കുഴപ്പമല്ല. ഇജ്ജ് ചിലക്കാണ്ട് വന്ന് വെട്ടാൻ നോക്ക്. പ്രേമം പ്രേമം മുഴുത്ത പ്രേമം. ആർക്ക്? അപ്പൊ അങ്ങ് അറിഞ്ഞില്ലേ? നമ്മുടെ പോക്കർക്കയുടെ മോൾ സൈനബയും മുത്തപ്പയും തമ്മിൽ പ്രേമം. ഏത് മുത്തപ്പ? നമ്മുടെ മണ്ടം മുത്തപ്പ തന്നെ. മണ്ടം മുത്തപ്പാനോ? ആണെന്നേ. എന്താണെന്നോ, ഒരു ചായ വാങ്ങിക്കൊടുക്കലും ചോറ് വാങ്ങിക്കൊടുക്കലും എന്തൊക്കെ പുകില. ആ ഒറ്റക്കണ്ടം പോക്കർക്ക് അങ്ങനെ തന്നെ വേണം. മൂപ്പർക്കൊരു വിചാരമുണ്ട്, മൂപ്പർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന്. മോദിനെ മുടി വന്ന് വെട്ട്. അതിന് ഇങ്ങക്ക് മുടിയില്ലല്ലോ. ഉള്ളതനുസരിച്ച് വെട്ടിയാ മതി. ഞാൻ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ അങ്ങ് മുഷിയുവോ? ഇല്ല, ഒട്ടും മുഷിയില്ല. ചോദിച്ചോളൂ. ഓളെങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? ആരുടെ കാര്യമായി പറയുന്നേ? പോക്കർക്കന്റെ മോള് സൈനബാന്റെ കാര്യമാ. ഇങ്ങളാരാടി എന്റെ മോടെ കാര്യം നോക്കാൻ? അവരവരുടെ പണി നോക്കിയാ മതി. എന്റെ മോടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് വന്ന് മുന്നോട്ടടാ. എടാ ഓനെ ഇന്ന് നമ്മൾ കൊല്ലും. എന്താ ഇവിടെ പ്രശ്നം മോദീനെ? പോക്കരുടെ മോള് നമ്മുടെ മൂത്താപ്പാനുമായി പ്രേമത്തിലാണ്. ഉസ്മാനെ, നമ്മുടെ മോക്ക് ആരുമായും പ്രേമമൊന്നുമില്ല. സൈനബയുമായി നമ്മൾ ഇഷ്ടത്തിലാണ്. നമ്മൾ ഇവിടെ ഉണ്ടാവുമ്പോ ഒരാളും ഇവിടെ തൊള്ള തുറക്കേണ്ട. നാളെ നമ്മൾ ഇങ്ങടെ പെരയിലേക്ക് വരും. അപ്പോൾ ഞാൻ ഓളോട് ചോദിക്കും, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്താണ് ന്യായം? മൂത്താപ്പാന്റെ അടുത്ത്. നമ്മുടെ മൂത്താപ്പാന്റെ അടുത്ത്. അപ്പൊ പോക്കരെ, നിങ്ങളുടെ മണ്ട ഞമ്മള് കുത്തിപ്പൊളിക്കും. ഇല്ലെന്ന് വെച്ചുണ്ടെങ്കിൽ ഓളിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആരുടെ അടുത്താ ന്യായം? നമ്മുടെ പോക്കരുടെ അടുത്ത്. ആ അപ്പം മൂത്തപ്പ നിന്നെ കുത്തി കൊടലെടുക്കും നമ്മള്. എന്താ എല്ലാരും നോക്കി നിൽക്കണേ? വേഗം പൊയ്ക്കോ. അല്ല, നിങ്ങളിപ്പോ എന്താ ഈ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇരിക്കണത്? അതല്ല ഇപ്പൊ പ്രശ്നം. സൈനബയ്ക്ക് നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ പോക്കരവും കുത്തിപ്പൊട്ടിക്കും.
നമ്മൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഓ നമ്മളെ കുത്തിപ്പൊട്ടിക്കും. ഇനിയിപ്പോൾ എന്താ പറയാൻ പോണേ? നമ്മൾ ഇഷ്ടമാണെന്ന് പറയും. ഉറപ്പാണോ? പെണ്ണിന്റെ ബാക്ക വിശ്വസിക്കാൻ കൊള്ളൂല. ചിലക്കാണ്ട് പോയിന്നു. നിങ്ങളുടെ കരുനാക്കെടുത്ത് ഓരോന്നും പറഞ്ഞിട്ട് തന്നെയാ ഒന്നും നടക്കാത്തെ. ഓളിനി നമ്മളെ ഇഷ്ടമല്ല എന്നങ്ങനെ പറയോ? സൈനബ, അല്ലോ ആരാണ്? ഇത് നമ്മളാണ്, മുത്തപ്പൻ. നിങ്ങൾ എന്തിനു വന്നു? ബാപ്പ ഉണ്ട് ഇവിടെ. നാളെ നീ എന്തു പറയും? നാളെ എന്തെങ്കിലും പറയാ. ഇജ്ജ് നാളെ എന്തു പറയുവാന്ന് ഓർത്തിട്ട് നമുക്കവിടെ നിക്കക്കല്ലിയില്ല. സൈനബ, എടീ സൈനബ, ആരാടി ഇവിടെ വന്നത്? പൂച്ചയാ ബാപ്പ. പൂച്ചേനോടൊക്കെ വർത്താനം പറയാൻ നിക്കണോ? അന്റെ പൂച്ചേനോട് പറഞ്ഞേര് ഞമ്മളോട് കളിക്കണ്ടാന്ന്. ഞമ്മളെ ഒറ്റക്കെണ്ണം പോക്കരാന്ന്. മര്യാദക്കിരുന്ന് പാത്രം കഴിക്കോ പൂച്ച. ഇജ്ജെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞമ്മക്ക് മുത്തപ്പാക്കാനോടൊരു സ്വകാര്യം ചൊല്ലണോ? അതിന് ബാപ്പാനെ വെട്ടിച്ചു വന്നതാണ്. മാമാനെ വെട്ടിച്ചോ? ഞാൻ ബാപ്പായെ തോൽപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. നടക്കോ സൈനവ? നമ്മള് നിങ്ങളോട് ഏറ്റുമുട്ടാൻ പോണു. നീ വല്ല പണിയും നോക്ക്. അല്ല, ശരി തന്നെ. മാമ ഈ കളിയിൽ നിങ്ങൾ ജയിച്ചാൽ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എന്നാൽ ഈ കളിയിൽ നമ്മൾ ജയിച്ചാലോ നിങ്ങൾ ചോദിക്കുന്ന എന്തും നിങ്ങൾ തരണം. അത് പറ്റില്ല. എന്തു പറ്റില്ല? മാമ, ഇങ്ങടെ മോള് സൈനബാനെ ഞമ്മക്ക് കെട്ടിച്ചു തരണം. മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനുഷ്യനെ മയക്കണ മൊഞ്ചൂറും മോള്. നിങ്ങൾ എങ്ങനെയാ നമ്മളെ തോൽപ്പിച്ചത്? അതൊക്കെ ഉണ്ട്. ഇജ്ജ് പറയടാ. അത് നിങ്ങളുടെ മോള് സൈനബാന്റെ പണിയാണ്. സംഖ്യാച്ചീട്ടിൽ സൂചി വെച്ച് ഓരോ കുത്തിട്ടിരുന്നു. അത് നോക്കിയാണ് നമ്മൾ പൈസ വെച്ചത്. നമ്മടെ മോളോ? തീർന്നില്ലേ നിങ്ങളുടെ കച്ചറ? ഞാൻ ഇവനെ മുച്ചീട്ട് കളി പഠിപ്പിക്കാൻ പോണു. വേണ്ട, നിങ്ങൾ മുച്ചീട്ട് കളി പഠിക്കണ്ട. നിങ്ങൾ ചായപ്പേടിക നോക്കിയാൽ മതി. നമ്മൾ അവിടെയും തോറ്റിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് തോറ്റത്? നിങ്ങളുടെ മോളല്ലേ സൈനബ? അവളല്ലേ ഈ ബുദ്ധിയൊക്കെ മുത്തപ്പാൻ ഉപദേശിച്ചു കൊടുത്തത്? അപ്പോൾ നിങ്ങളല്ലേ ജയിച്ചത്?